ഹായ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ എങ്ങോട്ട് പോകാമെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വീക്കെൻഡ് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി പോവാം. അങ്ങനെ പ്രത്യേകിച്ച് വലിയ സെലിബ്രേഷനൊന്നുമില്ല. കുറേ ദിവസത്തെ കട്ട പണിക്കും കട്ട ഡ്യൂട്ടിക്ക് ശേഷം ഒരു ദിവസം റിലാക്സേഷൻ ചെയ്യാം. നമ്മുടെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളെ വലിയ വലിയ സന്തോഷങ്ങളാക്കി മാറ്റുക എന്നതാണല്ലോ നമ്മുടെയൊക്കെ ടാർഗറ്റ്. അങ്ങനെ സന്തോഷിക്കാനും എന്താ പറയണേ സെലിബ്രേറ്റ് ചെയ്യാനൊന്നും പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട കേട്ടോ. എനിക്കങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെ ഞാൻ അതിൻ്റെ അകത്തൊക്കെ സന്തോഷം കണ്ടെത്തുന്ന ഒരാളാണ്. അല്ലാതെ ഒരുപാട് വലിയ കാര്യങ്ങൾ വേണമെന്നൊന്നുമില്ല. നമ്മുടെയൊക്കെ ലൈഫ് അങ്ങനെയല്ലേ അല്ലേ. പിന്നെ നമുക്ക് എപ്പോഴും നമുക്ക് 100,000 പ്രാരാബ്ദങ്ങളൊക്കെ കാണും. അതിൽ നിന്നൊക്കെ മാറി പ്രത്യേകിച്ച് ഇന്ന് ഞാൻ ഡ്യൂട്ടി ആയിരുന്നു. അതുകൊണ്ട് അച്ചുകുട്ടിനെ ആമിക്കുട്ടീനെയും കൊണ്ടുപോയത്, അല്ലെങ്കിൽ അവരെയും കൊണ്ടുപോയില്ലായിരുന്നു, തന്നെ ഇവരുടെ കൂടെ പോയേനെ. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ചെറിയ പിള്ളേരുടെ കൂടെ പോകുമ്പോൾ നമ്മളും ആ ഒരു ഏജിലേക്ക് പോകുകയെന്ന് എനിക്ക് തോന്നി കേട്ടോ. എപ്പോഴും അതെ, നല്ല രസമല്ലേ. പിന്നെ നമ്മൾ ഡ്യൂട്ടിയിലൊക്കെ ഇരിക്കുമ്പോഴൊക്കെ ആണെങ്കിലും എനിക്ക് തോന്നുന്നത് നമ്മളെ ഏറ്റവും കൂടുതൽ കാണുന്നത് നമ്മുടെ വീട് കഴിഞ്ഞ് നമ്മൾ കാണുന്നത് നമ്മൾ ഡ്യൂട്ടിയിൽ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുന്നവരെയല്ലേ. അപ്പോൾ അവരോട് നമ്മൾ മനസ്സ് തുറന്ന് സംസാരിക്കും, ചിരിക്കും. അപ്പോൾ അങ്ങനെ അവരുടെ കൂടെ പുറത്ത് പോകുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമല്ലേ. എനിക്കിഷ്ടമായിട്ട് അങ്ങനെ പോകാനൊക്കെ. അങ്ങനെ ഞങ്ങൾ പോയി പ്രത്യേകിച്ച് എന്താ പറയണേ കുറേ ഫുഡ് മേടിച്ച് കഴിച്ചു. അതും ഇതും എല്ലാം കൂടെ എല്ലാവരും പല മേടിച്ച് എല്ലാവരും കൂടെ ഷെയർ ചെയ്ത് കഴിക്കണതൊക്കെ ഭയങ്കര ഒരു സന്തോഷമല്ലേ. പിന്നെ നമ്മളിങ്ങനെ പിന്നീടൊക്കെ ആലോചിക്കുമ്പോൾ ഇതൊക്കെ ശരിക്കും നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കാൻ ഒത്തിരി സന്തോഷം തരുന്ന കുറേ ഓർമ്മകളല്ലേ. എപ്പോഴും അതെ കേട്ടോ. നമ്മുടെ നല്ല നല്ല ഓർമ്മകൾ നമ്മൾ കൂടെ കൊണ്ടു നടക്കണം. നമ്മൾ വേദനിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ വേദനിപ്പിക്കുന്ന ഓർമ്മകളെ മനുഷ്യരാണ്, നമ്മളൊക്കെ പച്ചയായ മനുഷ്യർ. ചിലപ്പോൾ അതൊക്കെ ഇങ്ങനെ കുത്തി പുറത്തേക്ക് വരും. അന്നേരം മാക്സിമം അതൊക്കെ മാറ്റി നിർത്തി നമുക്ക് എന്താണ് സന്തോഷം തരുന്നത്, നമ്മുടെ മനസ്സിന് എന്താണോ സമാധാനം തരുന്ന ആ ഓർമ്മകളെ നമ്മുടെ ജീവിതത്തിനോടൊപ്പം തന്നെ കൂട്ടണം അല്ലേ. വിഷമങ്ങളും വേദനകളൊക്കെ നിറഞ്ഞ സന്ദർഭങ്ങളെ അല്ലെങ്കിൽ ആ ഓർമ്മകളെയൊക്കെ കുറച്ചങ്ങ് മാറ്റി വയ്ക്കണം. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഫുഡ് കഴിച്ച് മാക്സിമം ഫുഡ് ശരിക്കും പറഞ്ഞാൽ വയറ് നിറഞ്ഞ ഒരു രക്ഷയില്ലായിരുന്നു. എന്നാലും ഞങ്ങൾ വീട്ടിലെ ഫുഡൊക്കെ കഴിച്ച് നാരങ്ങ വെള്ളവും രാത്രിയിൽ ഒത്തിരി താമസിച്ചായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ രാത്രിയിൽ ഒരു ചായയൊക്കെ കുടിച്ച് അങ്ങനെ സ്വസ്ഥം സമാധാനമായി ഒരു ഓഫിലേക്ക് കിടക്കുക. പിന്നെ ഓഫിൻ്റെ തലേദിവസം നമ്മൾ എത്ര നേരം വേണേലും രാത്രി ഇരുന്നാലും നമുക്കൊന്നും തോന്നില്ലല്ലോ. കാരണം പിറ്റേ ദിവസം ഓഫാണല്ലോ എന്നുള്ള ഒരു ചിന്തയാണല്ലോ. താമസിച്ച് കിടന്നാൽ നമുക്ക് കുഴപ്പമില്ലല്ലോ. എല്ലാ ജോലിക്കാരും വരെ നമ്മൾ ആ ഓഫിന് വേണ്ടി കാത്തിരിക്കുന്ന നിമിഷങ്ങളാണല്ലോ അല്ലേ. ശരിക്കും ഒരു ഓഫാണ് ആ ഒരു ദിവസം. രാവിലെ എണീക്കും, പ്രത്യേകിച്ച് നമ്മൾ മോർണിംഗ് ഡ്യൂട്ടിക്കൊക്കെ പോകുമ്പോൾ രാവിലെ എണീക്കും. ഇനി ഞാൻ എണ്ണി നോക്കും കേട്ടോ, ഇനി എത്ര ദിവസം ഉണ്ട് ഓഫിന് വേണ്ടി എന്നുള്ളത്. 3 ദിവസമുള്ള നല്ല രസമല്ലേ.